ഇവിടെ സൂര്യ എന്ന പയ്യൻ ചെരുപ്പ് തുന്നുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു വലിയ കോടീശ്വരൻ സൂര്യയുടെ അടുത്ത് വന്ന് എന്റെ കൊച്ചുമകളെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇതുകേട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഞാനൊരു ചെരുപ്പുകുത്തിയാണ്, ഞാൻ എങ്ങനെ നിങ്ങളുടെ വീട്ടിലെ മരുമകനായി വരാൻ കഴിയും എന്ന് സൂര്യ ചോദിക്കുന്നു. അതിനാ കോടീശ്വരൻ, നീ ആരാണ്, എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്ന് പറയുന്നു. ഇതുകേട്ട സൂര്യ മറുത്തൊന്നും പറയാതെ ആ അഗ്രിമെന്റിൽ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഒപ്പുവെക്കുന്നു. എന്നാൽ ആ കോടീശ്വരന്റെ വീട്ടിൽ സൂര്യയെ മരുമകനായി സ്വീകരിക്കാൻ ആർക്കും തന്നെ താൽപര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് കല്യാണം കഴിക്കേണ്ട ആ പെൺകുട്ടി, ആ ഭിക്ഷക്കാരനെ എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഞാൻ ചത്തുപോകും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. എങ്കിലും ആ കോടീശ്വരൻ ഉറച്ചുനിന്നുകൊണ്ട് അവൻ തന്നെയാണ് ഈ വീട്ടിലെ മരുമകൻ എന്ന് പറഞ്ഞുവെക്കുന്നു. അതിനുശേഷം രണ്ടുപേർക്കും ഒട്ടും താൽപര്യമില്ലാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കല്യാണം നടന്നുതീരുന്നു. കല്യാണം കഴിഞ്ഞയുടൻ അവർ രണ്ടുപേരും ആ കോടീശ്വരന്റെ അടുത്ത് ചെന്ന് ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെയൊരു ബന്ധവുമില്ലാതെ ഒന്നിപ്പിച്ചത് എന്ന് ചോദിക്കുന്നു. അദ്ദേഹവും ആ രഹസ്യം പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അവിടെ തന്നെ വീണ് മരിച്ചുപോകുന്നു. കോടീശ്വരൻ മരിച്ചുപോയതുകൊണ്ട് ആ വീട്ടിൽ സൂര്യയെ ഒരു വേലക്കാരനെപ്പോലെയാണ് നടത്തുന്നത്. എന്നാൽ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനാണ് ഈ സൂര്യ എന്ന സത്യം ആ വീട്ടിലുള്ള ആർക്കും അറിയില്ലായിരുന്നു.